എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ആൻഡ് മിസ് ആണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാൻ വേണ്ടിയാണ്. അപ്പ് യു ഗോ എന്ന് പറയുന്ന നമ്മുടെ 9th ചാപ്റ്ററിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡയറി കുറിപ്പാണ്. ഒരു അഡ്വഞ്ചർ ക്യാമ്പിൽ എത്തിപ്പെട്ട ഒരു ടീച്ചറിന്റെ ഡയറി കുറിപ്പാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ ആ ടീച്ചറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പല പല ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടീച്ചർക്ക് ഒരു ലീഡർ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം ആ ഒരു ലീഡർ പാലിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ലീഡർ മസ്റ്റ് ഡു. എന്തൊക്കെയായിരുന്നു? ഹെൽപ്പ് അതേഴ്സ് ഇൻ ക്യാരിങ് ദെയർ ബാഗ്. ഓക്കെ, അതുപോലെ തന്നെ ലെറ്റ് ദ ഗ്രൂപ്പ് ഗോ ഹെഡ് ആൻഡ് കീപ് ടു ദ ലാസ്റ്റ്. ആൻഡ് നെക്സ്റ്റ്, ഹെൽപ്പ് ദോസ് ഹു cannot climb properly and find a good place to stop and rest. അതിന്റെ കൂടെ തന്നെ ലുക്ക് ആഫ്റ്റർ ദോസ് ഹു ആർ നോട്ട് വെൽ. അത് ഇതിന്റെ ഒക്കെ മലയാളം മിസ് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം പറയുന്നത് മറ്റുള്ളവരെ അവരുടെ ആ ഒരു ബാഗ് എടുക്കുന്നതിന് സഹായിക്കുക. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഗ്രൂപ്പിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഒരു യാത്ര തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുമ്പോൾ വരെ കൂടെ നിൽക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന അഡ്വഞ്ചർ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ മല കയറാനും അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതിനൊക്കെ എന്ത് ചെയ്യുക? യെസ്, നല്ല രീതിയിൽ അവരെയൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ റെസ്റ്റ് എടുക്കേണ്ട ടൈമൊക്കെ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള ഒരു നല്ല പൊസിഷൻ അല്ലെങ്കിൽ നല്ല പ്ലേസ് കണ്ടുപിടിച്ച് കൊടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ആവുന്ന സമയത്ത് അവരെയും എന്ത് ചെയ്യുക? ടേക്ക് കെയർ ചെയ്യുക. അറേഞ്ച് ഫോർ ഫുഡ് ഫോർ ദി ഗ്രൂപ്പ്. ഗ്രൂപ്പിന് വേണ്ട ഫുഡ് സെറ്റ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റെഡി ടു പണിഷ്ഡ് ഈവൻ വെൻ സംവൺ else may have made a mistake. ആ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ അവരെ പണിഷ് ചെയ്യുക. അപ്പൊ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു ഒരു ലീഡർ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറി കുറിപ്പുകളിൽ കാണാനായിട്ട് സാധിച്ചത്. അടുത്ത ചോദ്യം ഇതായിരുന്നു, വൈ ഡു വി നീഡ് എക്സ്ട്രാ എനർജി ഇൻ ദ മൗണ്ടെയിൻ? ഈ മൗണ്ടെയിൻ അല്ലെങ്കിൽ ഈ മല കയറുക അല്ലെങ്കിൽ പർവ്വതനിരയിൽ അങ്ങോട്ടൊക്കെ കയറുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കൊരു എക്സ്ട്രാ എനർജി വേണം. എന്തിനാണ് ഈ ശരിക്കും എക്സ്ട്രാ എനർജി എന്ന് പറയുന്നത്? എക്സ്പെഷ്യലി ഇൻ ദ മൗണ്ടെയിൻ ബിക്കോസ് വി ക്ലൈംബ് അഗെയിൻസ്റ്റ് ദ gravitational force which usually pulls us down, and also we need to work on a rough surface to balance all these. We need that extra energy. അതായത് നമുക്ക് ഈ എക്സ്ട്രാ എനർജി വേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യത്തിന്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ വസ്തുക്കളും താഴോട്ടേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക? ഈ മല കയറാനൊക്കെ പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്കൊരു എനർജി വേണം. അത് മാത്രമല്ല, ഈ റഫ് സർഫസിലൊക്കെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാനും നമുക്കൊരു എനർജി വേണം. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു, ഹാവ് യു എവർ സീൻ സംവൺ ക്ലൈംബ് എ സ്മോൾ വാൾ? വാട്ട് ഡു യു തിങ്ക് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലൈംബിംഗ് എ വാൾ ആൻഡ് ക്ലൈംബിംഗ് എ ഹൈ റോക്ക്? നമ്മൾ ഈ ഭിത്തിയിലും അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കുഞ്ഞു കുട്ടികൾ ഈ സോഫയിലൊക്കെ ഇരുത്തുന്ന സമയത്ത് അവർ ആ സോഫയുടെ മുകളിലൊക്കെ ഇങ്ങനെ കയറുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ കയറുന്നതും വലിയ മലയൊക്കെ കയറുന്നതും ഒരുപോലെയാണോ? അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമുക്ക് കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം അല്ലെ. യെസ്, ഐ ഹാവ് സീൻ ചിൽഡ്രൻസ് ക്ലൈംബിംഗ് ദ സ്മോൾ വോൾ. ആ കുട്ടികളൊക്കെ ഈ ഇതിലൊക്കെ ചെറിയ ഹൈറ്റിലൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലൈംബിംഗ് എ സ്മോൾ വാൾ ഡസ് നോട്ട് റിക്വയർ എ റോപ്പ് or any accessories. അവർക്ക് എന്തെങ്കിലും കയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സസറീസ് വേണ്ട, അവരവരുടെ കൈയും കാലും ഉപയോഗിച്ച് കയറൂ അല്ലേ. ബട്ട് ടു ക്ലൈംബ് എ ഹൈ റോക്ക് വി റിക്വയർ എ റോപ്പ്, സ്ലിംഗ്, പൈറ്റൺസ് എറ്റ്സെട്ര. അതേസമയം നമ്മൾ ഈ പറയുന്ന മലയൊക്കെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കുറെ ആക്സസറീസ് ഒക്കെ വേണം. Moreover, we may feel a little more scared while climbing a high rock than a small wall. അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ ഹൈറ്റ് ഉള്ളതിനേക്കാളും വലിയ ഹൈറ്റ് ഉള്ളത് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പേടി, ഒരു വിഭ്രാന്തി ഒക്കെ നമുക്ക് തോന്നും. അപ്പൊ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കണം അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം എടുത്ത ലൈവ് ക്ലാസ് ഒന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സെറ്റ് ആകുക. ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സും റെഡി ആയിട്ട് സൈലത്തിന്റെ കൂടെ ഇരുന്ന് കാണുക. ഫുൾ സെറ്റ് ആക്കാം, പവർ ആക്കാം. അപ്പൊ എല്ലാവർക്കും Happy New Year and all the very best. Thank you so much.